ഇറാന്റെ ആണവ പദ്ധതികളിൽ ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്ന ഇത്തരത്തിലുള്ള ശാസ്ത്രജ്ഞർ ഒരുപാട് പേര് മരണപ്പെടുന്നു, ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്ന ഒരു വാർത്തകൾ കുറേ വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ. അപ്പോൾ അതുകൊണ്ട് അതിൽ ഒരു ദുരൂഹത എല്ലാവരും പറഞ്ഞിരുന്നു. അതേ സ്റ്റാൻഡിൽ അമേരിക്കയുടെ സൈഡിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള സയൻറ്റിസ്റ്റ് മരിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവരെ കാണാണ്ടാവും. അപ്പം ഇതിൽ ഇറാന്റെ പങ്കെന്താണ് എന്നുള്ളതാണ് ഇപ്പം ആളുകൾ ചിന്തിച്ചു തുടങ്ങുന്നത്. അതായത് അമേരിക്കയും അല്ലെങ്കിൽ ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ അമേരിക്ക പഠിച്ച വലിയൊരു പാഠത്തിനെ പറ്റിയിട്ടാണ്. അതായത് സാമ്പത്തിക ആയുധം. വെറും $20,000 വിലയുള്ള ഇറാന്റെ ഡ്രോണുകൾ തകർക്കാനാണ് അമേരിക്ക ലക്ഷക്കണക്കിന് ഡോളറുകൾ വില വരുന്ന മിസൈലുകളും ബാക്കി ഫൈറ്റർ ജെറ്റുകളൊക്കെ ഉപയോഗിച്ചതായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ അമേരിക്കയുടെ ഫണ്ട്, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് യുദ്ധത്തിന് നീക്കി വെച്ചിട്ടുള്ള ഫണ്ട് ഗണ്യമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് പുറത്തോട്ട് വരുന്നത്. അതുകൊണ്ട് അമേരിക്ക പുതുതായിട്ട് ഉണ്ടാക്കുന്ന പല ഡ്രോണുകളും, അല്ലെങ്കിൽ ഇറാൻ ആക്രമിക്കാൻ അല്ലെങ്കിൽ ഇനി ഭാവിയിലോട്ടുള്ള യുദ്ധങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രോണുകൾ ഏറ്റവും വില കുറച്ച് ഉണ്ടാക്കുക എന്നുള്ള ഒരു വെളിച്ചം ഇപ്പോഴാണ് അമേരിക്കയ്ക്ക് വന്നിട്ടുള്ളത്. റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ഇന്നലെ ഒരു കാര്യം പറയുണ്ടായി. അതായത് ഇറാനെ ഒറ്റപ്പെടുത്തി അറബ് രാജ്യങ്ങളെ ഇറാനെതിരെ യുദ്ധം ചെയ്യിപ്പിക്കാനുള്ള എല്ലാ വകകളുമാണ് ഇസ്രായേലും അമേരിക്കയും കൂടെ എടുത്തു കാണിക്കുന്നത്. ഇനിയെങ്കിലും യുദ്ധം ഇത്രയും ദിവസങ്ങളായി, ഇനിയെങ്കിലും കണ്ണ് തുറന്ന് നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണെന്ന് എന്ന് മനസ്സിലാക്കണം എന്നാണ് റഷ്യയുടെ വിദേശകാര്യമന്ത്രി ഇന്നലെ ഒരു പ്രസ്താവന പറഞ്ഞിട്ടുള്ളത്. ഈ പ്രസ്താവന വളരെ ഒരുപാട് മീനിങ്ങുകൾ അല്ലെങ്കിൽ ഒരുപാട് അർത്ഥങ്ങളുള്ളൊരു കാര്യമാണെന്ന് പലർക്കും അറിയാം, ലോകത്തിലെ പല ആളുകൾക്കും അറിയാം. പക്ഷേ അതൊന്നും ചെവി കൊടുക്കാണ്ട് ഇതിൻ്റെ പിന്നാലെ പോകുന്നത് ആരാണെന്നുള്ളത് നമുക്കറിയാം. അതായത് അറബ് രാജ്യങ്ങളുടെ അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ അവരുടെ സുഖലോലുപ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് അവർ പലരും ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നതും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെയും കാല് പിടിച്ചിട്ടും ആസനം താങ്ങിയിട്ടും ഇത്രയും കാലം മുന്നോട്ട് പോയത്. അതിൽ നിന്നൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ചില മറുപടി പ്രസ്താവനകൾ നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ട്. അതിപ്പം UAEയുടെ സൈഡിൽ നിന്നായി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് എന്താ, UAE പറഞ്ഞു ഞങ്ങൾ ഇനി ഇത്തരത്തിലുള്ള, അതായത് ഓയിൽ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ അമേരിക്കയുടെ ഡോളറുകളിലല്ലാണ്ട് ചൈനയുടെ യുവാനിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എന്നുള്ള രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. അത് വെറുതെ ആളുകളെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ സൗദിയിലെ രാജകുമാരൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇറാനോട് എത്രയും പെട്ടെന്ന് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് തുറക്കാനും, അത് ഞങ്ങൾ ചൈനയുടെ കൂടെ കൂടിയിട്ട് ഞങ്ങൾ തുറപ്പിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ യുദ്ധത്തിനിറങ്ങും എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ ഇന്നലെ കണ്ടു. ഇതൊക്കെ ആളുകളെ വെറുതെ ഒരു കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഈ രാജ്യങ്ങളുടെ സ്വന്തം താല്പര്യം, സ്വയ താല്പര്യങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മളെല്ലാവരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കണ്ടതുമാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള വേറെ ചില കാര്യങ്ങൾ, അതായത് ഇന്നലെ ഒരു അമേരിക്കയുടെ പുതിയ സൈനിക നീക്കങ്ങളെ പറ്റിയിട്ടുള്ള ഒരു മാപ്പ് പുറത്തോട്ട് വന്നിട്ടുണ്ട്. ആ ഒരു മാപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇറാൻ ഏത് രീതിയിലാണ് ഇപ്പോൾ ഇനി അടിക്കാൻ പോകും. ഇപ്പോൾ ഇന്നത്തോടുകൂടി ഇത് കഴിഞ്ഞു, അതായത് സീസ് ഫയർ കഴിഞ്ഞു, ഇന്ന് ചർച്ച നടക്കുമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. ചർച്ചയ്ക്ക് ഇറാൻ്റെ സഖ്യം അല്ലെങ്കിൽ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ആളുകൾ പോകുന്നില്ല എന്നുള്ള കൺഫർമേഷനും വന്നിട്ടുണ്ട്. ഇനി അതിൽ വല്ല ചേഞ്ചസും വന്നിട്ടില്ല. ഇത് ഒരു പൂർണ്ണ യുദ്ധത്തിലോട്ട് തന്നെ പോകുന്ന രീതിയിലാണ് അമേരിക്കയുടെ പടയൊരുക്കം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ. പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയാൻ പോകുന്ന ഈ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളുടെ ഈ മാപ്പ് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട് ഖത്തറും അതുപോലെ തന്നെ സൗദി അറേബ്യൻ ബേസുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇറാനെ ആക്രമിച്ചിട്ടുള്ളത് അമേരിക്ക. അത് ആകാശത്തോടുള്ള യുദ്ധമായതുകൊണ്ട് തന്നെ ഫൈറ്റർ ജെറ്റുകൾ ലാൻഡ് ചെയ്യാനും അതെടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ സപ്പോർട്ടോടുകൂടി ഏറ്റവും കൂടുതൽ ഇറാൻ ആക്രമിച്ചിട്ടുള്ളത് ഈ രണ്ട് രാജ്യങ്ങളുമാണ്, ഖത്തറും അതുപോലെ തന്നെ സൗദിയും. പക്ഷേ ഈ പ്രാവശ്യത്തെ പടയൊരുക്കത്തിൽ ഏറ്റവും കൂടുതൽ അമേരിക്ക റീഫില്ല് ചെയ്തു എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ അവർ പടയൊരുക്കം ഒരുക്കി വെച്ചിട്ടുള്ളത് ജോർദാൻ, UAE, ഈ രണ്ട് രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ പ്രാവശ്യം അവരുടെ പടയൊരുക്കത്തിന് എടുത്തിട്ടുള്ള രാജ്യങ്ങൾ. അതിൻ്റെ കാരണം നമ്മളിപ്പം ഈ ഒരു മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കറക്റ്റായിട്ട് നമുക്ക് ഒരു ഇറാൻ്റെ മാപ്പ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇറാനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൗദിനെയും താണ്ടി സൗദി അറേബ്യയും ക്രോസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇത് ഏറ്റവും കൂടുതൽ അബുദാബിയുടെ സൈഡിൽ നിന്ന്, അൽദഫ്രയുടെ സൈഡിൽ നിന്നും അതുപോലെ തന്നെ ജോർദാൻ്റെ ബേസുകളിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ അമേരിക്കക്കോ അല്ലെങ്കിൽ ഇസ്രായേലിനോ കുറേയും കൂടെ അടുത്ത് ഇറാനെ പോയി ആക്രമിക്കാൻ പറ്റുക. അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യങ്ങളെ അല്ലെങ്കിൽ ഈ രാജ്യങ്ങളുടെ കൂട്ടുപിടിച്ച് കുറേയും കൂടെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ അമേരിക്ക പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുന്നോടിയായിട്ട് ഈ പറഞ്ഞ നമ്മളിപ്പോൾ ഇന്ന് കണ്ട പോലെ മുഹമ്മദ് അൽ നഹിയാൻ വന്നിട്ട് ഞങ്ങൾ ഈ ട്രാൻസാക്ഷൻസ് ഞങ്ങൾ ചൈനയുടെ യുവാനിൽ നടത്തും എന്നൊക്കെ പറഞ്ഞത് വെറുതെ അവരോടുള്ള അവരുടെ സ്ഥലത്ത് നടത്തുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം കൊണ്ട് മാത്രമാണ്. ഇപ്പം ഈ ഒരു മാപ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ സൗദിയും ഖത്തറും ഒക്കെ ആണെങ്കിലും വ്യോമാക്രമണങ്ങളിൽ നിന്ന് മാറി കുറേയും കൂടെ കരയാക്രമണത്തിലോട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അടുത്തോട്ട് വരിക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം വെച്ചിട്ടാണ് കുവൈറ്റ്, UAE, അതുപോലെ തന്നെ ജോർദാൻ എന്നീ രാജ്യങ്ങളുടെ സൈനിക ശക്തി അമേരിക്ക കൂട്ടിക്കൊണ്ടിരിക്കുന്നത്.
ഈ ദൂരം കുറയുന്ന ഭാഗമായിട്ട് തന്നെ അല്ലെങ്കിൽ ഇറാനോട് കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്ന UAE നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ ജോർദാൻ്റെ നിയന്ത്രണത്തിലൊക്കെയുള്ള ചില ചെറിയ ചെറിയ ദ്വീപുകളിലും ഇവരുടെ സൈനിക കേന്ദ്രങ്ങൾ തടിച്ചിട്ടതായിട്ടാണ് റിപ്പോർട്ട് വരുന്നത്. ഗ്രേറ്റർ തുമ്പ, ലെസർ തുമ്പ, അബു മൂസ ഈ ദ്വീപുകൾ പിടിച്ചെടുക്കുന്നതിലൂടെ കടലിടുക്കിലൂടെ ഏറ്റവും ഈസി ആയിട്ട് ഇറാനെ നിയന്ത്രിക്കാം അല്ലെങ്കിൽ ഇറാനെ പിടിച്ചെടുക്കാം എന്നുള്ള ചിന്തയാണ് അമേരിക്കയ്ക്ക് ഏറ്റവും കൂടുതൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്ക ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഈ രാജ്യങ്ങളിൽ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് തന്നെ കഷീം ഐലൻഡിൽ ഇറാൻ്റെ മൊസ്കിറ്റോ ഫീറ്റിൻ്റെ താവളമായിട്ടാണ് ഇപ്പം എല്ലാവരും കണ്ടിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഇറാൻ്റെ മൊസ്കിറ്റോ ഫീറ്റുകൾ, ചെറിയ ബോട്ടുകൾ ഈ സ്ഥലത്താണുള്ളത്. അപ്പം ഇതിനെ പൂർണ്ണമായിട്ട് തകർത്തിട്ട് ഹോർമോസിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള പ്ലാനുകളായിട്ട് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ കുവൈറ്റിലെ ഗാർക്ക് അച്ചുതണ്ട്, കുവൈറ്റ് ഗാർക്ക് ആക്സിസ് ഉണ്ട്. ഈ കുവൈറ്റിൻ്റെ സൈനിക വിന്യാസം ഇറാൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളെ തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് മറ്റൊരു റിപ്പോർട്ട് പുറത്തോട്ട് വരുന്നത്. ഗാർക്ക് ദ്വീപ് ഇറാൻ്റെ എണ്ണ കയറ്റുമതിയുടെ 80% ഈ ഒരു സ്ഥലത്തായതുകൊണ്ട് തന്നെ കുവൈറ്റിൽ നിന്ന് എളുപ്പത്തിൽ ഈ മേഖലയെ ആക്രമിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ കുവൈറ്റിൽ നല്ല രീതിയിലുള്ള അമേരിക്കയുടെ പടയൊരുക്കം നടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടും വരുന്നുണ്ട്. എന്തുകൊണ്ട് കരയുദ്ധം എന്നുള്ളത്, ഇറാനെ ഒരു ആകാശയുദ്ധത്തിലൂടെ വെറുതെ ഒന്ന് തോൽപ്പിക്കാൻ പറ്റില്ല. അത്രയും വിസ്തൃതമായിട്ടുള്ളൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ഇറാൻ്റെ ആയുധങ്ങൾ എവിടെയാണ് അല്ലെങ്കിൽ ആണവായുധങ്ങൾ ഉണ്ടോ, അത് എവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നുണ്ട്, മിസൈലുകൾ എവിടെയെന്ന് ഇതുവരെ അമേരിക്കയ്ക്ക് ഒരു രീതിയിലും കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അതിനെ തകർക്കാനോ പറ്റിയിട്ടില്ല. അപ്പം കരയുദ്ധത്തിലൂടെ ഹോർമോസ് പിടിച്ചെടുക്കുക, മറ്റു കാര്യങ്ങൾ പിടിച്ചെടുക്കുക അല്ലെങ്കിൽ യുറേനിയം ഞങ്ങൾ കട്ടെടുത്ത് കൊണ്ടുപോകുക എന്നുള്ള ചിന്തയാണ് അമേരിക്കയ്ക്കുള്ളത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള യുദ്ധ നീക്കങ്ങൾ അമേരിക്ക കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതൊരു കാര്യം ഇന്നലെ വന്നൊരു അപ്ഡേറ്റ് ആണ്. അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അമേരിക്കയുടെ ഏകദേശം 20 മേലെ വരുന്ന ശാസ്ത്രജ്ഞർ, അതായത് ആണവ ശാസ്ത്രജ്ഞർ കഴിഞ്ഞ 2022 മുതൽ 2026 വരെ ഒന്നുകിൽ മരണപ്പെട്ട് അല്ലെങ്കിൽ അവരെ കാണാണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ന്യൂസ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തോട്ട് വന്നതാണ്. ഇതിനെ എങ്ങനെയാണ് ഇറാനുമായിട്ട് ബന്ധപ്പെടുന്നത് എന്നുള്ളതാണ് ഇപ്പം വരുന്ന പുതിയ ചില അപ്ഡേറ്റുകൾ. നമുക്കത് നോക്കാം. ആണവ ബഹിരാകാശ പ്രതിരോധ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ ശാസ്ത്രജ്ഞരുടെ തിരോധാനവും അതുപോലെ തന്നെ അവരുടെ തിരോധാനം അല്ലെങ്കിൽ മരണമാണ് ഇപ്പോൾ ഏറ്റവും സുരക്ഷാ ക്രമീകരണങ്ങളെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ആശങ്കകളുള്ള റിപ്പോർട്ടുകൾ അമേരിക്കയിൽ പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഈ തിരോധാനം അല്ലെങ്കിൽ മരണം എന്ന് പറയുന്നത് 2022 മുതൽ 2026 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇത് നടന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ സ്പേസ് ഡിഫൻസിൽ ജോലി ചെയ്യുന്ന ശാസ്ത്രജ്ഞനാണ്. ഇതിൽ ഏറ്റവും അറിയപ്പെടുന്ന 11 പേര് കംപ്ലീറ്റ്ലി അവരെ കാണാതെ അല്ലെങ്കിൽ അവരുടെ തിരോധാനം അമേരിക്ക സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ അസാധാരണമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഇവരിൽ പലരുടെയും മരണം അല്ലെങ്കിൽ കാണാതായത് സ്വാഭാവികമായിട്ടുള്ള രീതിയിലല്ല എന്നാണ് ഇപ്പം റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംശയങ്ങളാണ് അമേരിക്കയുടെ FBI പോലത്തെ ആളുകൾ അല്ലെങ്കിൽ FBI പോലത്തെ അമേരിക്കൻ ഇൻ്റലിജൻസ് ഇപ്പം അതിനെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റെടുത്തിട്ടുള്ളത്. ഇപ്പോൾ വൈറ്റ് ഹൗസിലും FBI ഈ സംഭവങ്ങൾ തമ്മിൽ ഉള്ള ബന്ധങ്ങളെ തമ്മിൽ എന്തെങ്കിലും കണ്ടെത്താൻ പറ്റുമോ എന്നാണ് FBI വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് വൈറ്റ് ഹൗസ്. ഇത് ഒരു ആസൂത്രിതമായിട്ടുള്ള നീക്കമാണോ അതോ യാദൃശ്ചികമാണോ എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ട് പറയുന്നത്. ഇത് കുറച്ച് മുമ്പ് വന്നിട്ടുണ്ട് ഈ ന്യൂസ്, പക്ഷേ ഇപ്പോൾ ഇത് വീണ്ടും അതായത് ഈ ന്യൂസ് വീണ്ടും എടുത്തു പറയാൻ അല്ലെങ്കിൽ ഈ ന്യൂസ് ഇപ്പം വീണ്ടും ചർച്ച ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ മുമ്പ് ഇത്തരം ആണവ പരീക്ഷണങ്ങളും അല്ലെങ്കിൽ ആണവ ഊർജ്ജ പരീക്ഷണങ്ങളും കാര്യങ്ങളും നടക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്ത് ഇല്ലാണ്ടാക്കുക, എലിമിനേറ്റ് ചെയ്യുക എന്നുള്ള ഒരു സംഭവം നടക്കാറുണ്ട്. അത് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് ഇറാൻ്റെ ആണവ പദ്ധതികളിൽ ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്ന ഇത്തരത്തിലുള്ള ശാസ്ത്രജ്ഞർ ഒരുപാട് പേര് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്ന ഒരു വാർത്തകൾ കുറേ വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ. അപ്പോൾ അതുകൊണ്ട് അതിൽ ഒരു ദുരൂഹത എല്ലാവരും പറഞ്ഞിരുന്നു. അതേ സ്റ്റാൻഡിൽ അമേരിക്കയുടെ സൈഡിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള സയൻറ്റിസ്റ്റ് മരിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അവരെ കാണാണ്ടാവും. അപ്പം ഇതിൽ ഇറാൻ്റെ പങ്കെന്താണ് എന്നുള്ളതാണ് ഇപ്പം ആളുകൾ ചിന്തിച്ചു തുടങ്ങുന്നത്. ഇറാനിട്ട് കൊടുത്ത പണി അതുപോലെ തന്നെ ഇറാൻ അല്ലെങ്കിൽ ചൈനയുടെ സപ്പോർട്ടോടുകൂടി റഷ്യയുടെ സപ്പോർട്ടോടുകൂടി ഇറാൻ നമുക്കിട്ട് തരുന്നുണ്ടോ എന്നുള്ള ഒരു പുതിയ കണ്ടെത്തലുകളാണ് ഇപ്പോൾ ഇതിൻ്റെ മുമ്പോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് FBI ഇപ്പം ഇതൊരു ഒരു എൻക്വയറി ആയിട്ട് എടുത്തിട്ടുള്ളതും. അപ്പോൾ ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസാണ്. കാരണം ഇതുവരെ അമേരിക്കയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഇസ്രായേലാണ് ഇറാൻ്റെ ഇത്തരത്തിലുള്ള ശാസ്ത്രജ്ഞരെ ഇല്ലാണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ തിരിച്ച് അതേ പണി ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് എന്നുള്ളത് ഒരു തിരിഞ്ഞു നോട്ടം അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ അമേരിക്കയുടെ ഇൻ്റലിജൻസിന് ഇപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് രണ്ടാമതായിട്ട് പറയാനുള്ള ഒരു റിപ്പോർട്ട്. ഇതിപ്പം യുദ്ധമായിട്ട് ബന്ധമുണ്ടോ എന്ന് വെച്ചാൽ ഇതൊക്കെയാണ് ഇതൊക്കെ ആ യുദ്ധത്തിൻ്റെ ഒരു ബാക്ക് ബോൺ ആയിട്ട് ഉള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അതിലോട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനി ന്യൂയോർക്ക് ടൈംസ് ഒരു റിപ്പോർട്ട് പുറത്തോട്ട് വിട്ടിട്ടുള്ളത്, അതായത് അമേരിക്കയും അല്ലെങ്കിൽ ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ അമേരിക്ക പഠിച്ച വലിയൊരു പാഠത്തിനെ പറ്റിയിട്ടാണ്. അതായത് സാമ്പത്തിക ആയുധം, വെറും
$20,000 വിലയുള്ള ഇറാന്റെ ഡ്രോണുകൾ തകർക്കാനാണ് അമേരിക്ക ലക്ഷക്കണക്കിന് ഡോളറുകൾ വില വരുന്ന മിസൈലുകളും ബാക്കി ഫൈറ്റർ ജെറ്റുകളൊക്കെ ഉപയോഗിച്ചതായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ അമേരിക്കയുടെ ഫണ്ട് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് യുദ്ധത്തിന് നീക്കി വെച്ചിട്ടുള്ള ഫണ്ട് ഗണ്യമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് പുറത്തോട്ട് വരുന്നത്. അതുകൊണ്ട് അമേരിക്ക പുതുതായിട്ട് ഉണ്ടാക്കുന്ന പല ഡ്രോണുകളും അല്ലെങ്കിൽ ഇറാൻ ആക്രമിക്കാൻ അല്ലെങ്കിൽ ഇനി ഭാവിയിലോട്ടുള്ള യുദ്ധങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രോണുകൾ ഏറ്റവും വില കുറച്ച് ഉണ്ടാക്കുക എന്നുള്ള ഒരു വെളിച്ചം ഇപ്പോഴാണ് അമേരിക്കയ്ക്ക് വന്നിട്ടുള്ളത്. ഇത് പഠിപ്പിക്കാൻ ഇറാൻ വേണ്ടി വന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. കപ്പൽ പടയുടെ പ്രസക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ. ഒരു കാലത്ത് അമേരിക്കൻ കപ്പലുകൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ പേടിച്ച് വിറച്ച് അല്ലെങ്കിൽ ഇരുന്ന് മൂത്രമൊഴിക്കുന്ന രാജ്യങ്ങളുണ്ടായിരുന്നു. അതിൽ ഇന്ത്യ പെടില്ല കേട്ടോ. കാരണം ഇന്ത്യ പെടാണ്ടിരിക്കാൻ കാരണം അന്ന് ഇന്ത്യ ഭരിച്ചിരുന്നത് എന്താ പറയുക, ഉരുക്ക് വനിത എന്ന് പറയുന്ന നമ്മുടെ ഇന്ദിരാഗാന്ധി ആയിരുന്നു. അപ്പോൾ ഇന്ത്യ അല്ലാണ്ട് മറ്റ് രാജ്യങ്ങൾ, എന്ത് വലിയ രാജ്യങ്ങൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഇന്ത്യ റഷ്യ പോലത്തെ രാജ്യങ്ങളല്ലാണ്ട് ഇപ്പം ഇറാനും അല്ലാണ്ട് ബാക്കി രാജ്യങ്ങൾ നിന്ന സ്ഥലത്ത് മൂത്രമൊഴിക്കരുത് അമേരിക്കയുടെ കപ്പൽ പട വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ. അപ്പം അതിനൊന്നും ഒരു പ്രസക്തിയും ഇല്ലാണ്ടായിപ്പോയി. അല്ലെങ്കിൽ ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ട്രംപ് പറഞ്ഞ പോലെ അതായത് ഞങ്ങളുടെ അർമഡ ഇറാനിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള കഴിഞ്ഞ 40 ദിവസമായിട്ട് അർമഡയിൽ വരെ ബോംബിട്ട് പൊട്ടിച്ച് അർമഡ വരെ 1000, 2000, 3000 കിലോമീറ്റർ മാറ്റി അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ പോർട്ടൽ വരെ കൊണ്ടിട്ട് അറ്റകുറ്റപ്പണികൾ എടുക്കേണ്ടി വന്ന അവസ്ഥ. USS ജെറാർഡ് ഫോർഡ് പോലത്തെ വലിയ വലിയ കപ്പലുകൾക്ക് ഗ്രീസിൽ കൊണ്ടുവച്ചിട്ട് അവിടുന്ന് പണിയെടുപ്പിക്കേണ്ട അവസ്ഥ വന്നത് ആദ്യമായിട്ടാണ്. അത് കൊടുത്തിട്ടുള്ളത്, ആ പണി കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ഒരു പ്രസന്റ് വേൾഡിൽ നമുക്ക് മുമ്പോട്ട് അത് വെച്ച് തന്നിട്ടുള്ളത് അത് ഇറാനാണ്. അതുകൊണ്ട് തന്നെ കപ്പൽ പടയുടെ പ്രസക്തി കംപ്ലീറ്റ്ലി കുറഞ്ഞു. ഇത്തരത്തിലുള്ള ചെറിയ ഡ്രോണുകളും മിസൈലുകളും വെച്ചിട്ട് വരെ ഞങ്ങൾക്ക് നിങ്ങളെ പേടിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ മൂട്ടിൽ വെട്ടിപ്പൊട്ടിക്കുക എന്നുള്ള തോന്നൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പം ഇറാനാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഏറ്റവും കൂടുതൽ ഇനി അത്തരത്തിലുള്ള ഡ്രോണുകൾ ആശ്രയിക്കണം, അല്ലെങ്കിൽ ഇറാൻ്റെ ഡ്രോണുകൾ അല്ലെങ്കിൽ എന്താ പറയുക പ്രവർത്തിക്കാണ്ട് വീണ് പോയിട്ടുള്ള ഡ്രോണുകൾ എടുത്ത് അത് പഠിച്ചിട്ട് അതുപോലത്തെ ക്ലോൺ ഡ്രോണുകളെ ഉണ്ടാക്കുക എന്നുള്ള ഒരു പദ്ധതിയിലാണ് ഇപ്പം അമേരിക്കയുടെ ഡിഫൻസ് സിസ്റ്റം ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതേ സ്ഥാനത്തിന് അമേരിക്കയുടെ ഡ്രോണുകൾ ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് മറ്റ് പല രാജ്യങ്ങളിൽ നിന്നുമാണ് അമേരിക്കയിലോട്ട് ഇതുവരെ വന്നുകൊണ്ടിരുന്നത്. ഈ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇത്തരം സപ്ലൈ വലിയ രീതിയിൽ അമേരിക്ക കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ടും വരുന്നുണ്ട്. അതുകൊണ്ട് അത് അമേരിക്കയുടെ ഡിഫൻസ് സിസ്റ്റത്തിന് വലിയൊരു തലവേദനയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയുടെ അമിത സാങ്കേതിക വിദ്യ, ഇറാൻ്റെ കുറഞ്ഞ ചെലവിലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ട് ഇറാൻ തരിപ്പണമാക്കി എന്ന് ന്യൂയോർക്ക് ടൈംസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് ഇന്നലെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാണാനുള്ളത്. അപ്പോൾ ഇന്നത്തെ പുതിയ സംഭവ വികാസങ്ങൾ എന്തൊക്കെയാകും എന്നൊക്കെ നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും. കാരണം ഇന്ന് ചർച്ചയുടെ ഭാഗങ്ങളും ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഏത് രീതിയിലോട്ടാണ് ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളത് നമുക്ക് നോക്കാം. പുതിയ അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോ ചെയ്യാം. മാക്സിമം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഈ വീഡിയോ ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തോട്ട്. കാരണം നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് കുത്തുന്ന സംഖ്യകളും കൃസംഖ്യകളും അല്ലെങ്കിൽ മറ്റ് ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ഊളകളും നമ്മുടെ രാജ്യത്ത് കൂടി വരുന്നുണ്ട്. അവർ നമ്മുടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് മാക്സിമം റിയാക്ട് ചെയ്യുന്നുണ്ട്. അവിടെയും ഇവിടെയൊക്കെ എടുത്ത് 1-2 ക്ലിപ്പുകളൊക്കെ വെച്ചിട്ടാണ് ഈ റിയാക്ഷൻസും കാര്യങ്ങളും. എനിക്ക് കാണുമ്പോൾ ചിരി വന്ന് കുറേ പേരോട് ചോദിച്ചു നിങ്ങളത് പ്രതികരിക്കുന്നില്ലെന്ന്. കുറേ പേര് എനിക്ക് ഈ വീഡിയോസ് ഇവന്മാർ പ്രതികരിക്കുന്ന വീഡിയോസ് അയച്ചു തന്നിട്ട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല. ഞാൻ വെറുതെ എന്തിനാ നമ്മളിനി അവർക്കൊരു റീച്ച് കൊടുക്കേണ്ട കാര്യമില്ല. വെറുതെ എന്തിനാ അവന്മാർ എന്തെങ്കിലും കിടന്ന് കുറച്ചോട്ടെ. ആ കുറയ്ക്ക് അല്ലെങ്കിൽ പട്ടി കുറയ്ക്കുമ്പോൾ അതിനെ തിരിച്ചു കുറയ്ക്കുന്ന ഒരുപാട് മറ്റ് പട്ടികൾ ഈ രാജ്യത്തുണ്ടല്ലോ. അപ്പോൾ അവരങ്ങനെ കുറച്ചുകൊണ്ടിരുന്നോട്ടെ. നമ്മൾ കാര്യങ്ങൾ പറയാം, ഏതൊക്കെ അവിടെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പറയാം. അതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ കൊടുക്കാത്തത്. കുറേ പേര് എന്നോട് ചോദിച്ചു റിപ്ലൈ കൊടുക്കണം എന്ന് പറഞ്ഞു. അവരോട് ഞാൻ പറയാണ് കൊടുക്കേണ്ട, പട്ടി കുറച്ചോട്ടെ, നമ്മൾ കൂടെ കുറയ്ക്കേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ ശരി, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.